നമുക്കിവിടെ പണിമുടക്കാണ്. അപ്പം സ്കൂളും കോളേജും ഒന്നുമില്ല, എല്ലാവരും വീട്ടിൽ തന്നെയുള്ള ദിവസമാണ്. അപ്പം ഞങ്ങളിന്ന് സാധനം വാങ്ങാൻ, വീട്ടിലത്തേക്ക് സാധനം വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. ആക്ച്വലി കടകളൊക്കെ ഉണ്ടാവുമെന്ന് അറിയത്ത് പോലും ഇല്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കിയതാണ്. വല്ല കല്ലേറോ എറിയോ അടിയൊക്കെ കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. ഒന്ന് ഇറങ്ങി നോക്കിയപ്പം നല്ല രസമുണ്ട്, അധികം വണ്ടികളൊന്നും ഇല്ലാതെ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത് ഞാൻ കാണുന്നത്. കുറേ നാളായെന്ന് തോന്നുന്നു ഒരു പണിമുടക്ക് ഇതൊക്കെ വന്നിട്ടെന്ന് തോന്നുന്നല്ലേ. അപ്പം അങ്ങനെ ഒരു പണിമുടക്ക് ഡേ ആണ് ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഞങ്ങളിപ്പോൾ പാളയത്തെത്തി. ഏതാണ്ട് വണ്ടികളൊക്കെ ഉണ്ട്, ചിലയിടത്ത് പെട്രോൾ പമ്പൊക്കെ ഉണ്ട്, ചെറിയ കടകളൊക്കെ ഉണ്ട്. വലിയ പ്രശ്നമില്ലാത്ത പണിമുടക്കാണ്. മോസ്റ്റ് ഓഫ് ദ പെട്രോൾ പമ്പൊന്നും ഇല്ല കേട്ടോ, കുറച്ച് എവിടെയൊക്കെയോ ഉണ്ട്. ഞാനപ്പം നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഹലോ, ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഒരു പണിമുടക്ക് വ്ളോഗാണ്. ആക്ച്വലി വീട്ടിൽ കുക്ക് ചെയ്യുന്ന നേരത്തെ സാധനം ഇല്ലാഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് ഇൻസ്റ്റാമാർട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങളിന്ന് പണിമുടക്ക് വെളിയിലൊന്ന് ഇറങ്ങി നോക്കിയതാണ്. അങ്ങനെ വെളിയിലിറങ്ങിയപ്പം പാളയം സെക്രട്ടേറിയറ്റ്, ഈസ്റ്റ് ഫോർട്ട് വഴി പത്മനാഭസ്വാമി ടെമ്പിൾ ദൂരെ നിന്ന് കണ്ടിട്ട് തമ്പാനൂർ വഴി പിന്നെയും വീട്ടിലോട്ട് വന്നൊരു ചെറിയ യാത്രയാണിത്. അപ്പം ഞങ്ങൾ ജസ്റ്റ് വരുന്ന വഴിക്കൊന്ന് ട്രിവാൻഡ്രത്ത് ചാല മാർക്കറ്റ് കൂടെ ഒന്ന് ഇറങ്ങി. ചാല മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഇതുവരെ ഞാൻ ചാല മാർക്കറ്റ് ഇത്രയും വിജനമായി കണ്ടിട്ടില്ല. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവിടെ ഒരുപാട് തിരക്കും റഷും ഉള്ളൊരു സ്ഥലമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ചാല മാർക്കറ്റ് ഇങ്ങനെ കാണുന്നത്. ഈ ഷട്ടറിട്ടിരിക്കുന്ന കടയുടെ ഫ്രണ്ടിലും കുഞ്ഞു വണ്ടി കച്ചവടക്കാരും ഉണ്ടാവും. അപ്പോൾ ഇവിടെ നടക്കാനുള്ളൊരു സ്പേസ് മാത്രമേ ഇവിടെ ഉണ്ടാവാറുള്ളൂ. അപ്പം അങ്ങനെ വണ്ടിയിൽ പോയപ്പം നല്ല രസമുണ്ട് ഇങ്ങനെ വിജനമായി കിടക്കുന്ന റോഡും വഴികളും ഒക്കെ കാണാൻ. ചെറിയ 2 വീലറും 4 വീലേഴ്സൊക്കെ ഓടുന്നുണ്ട്. ഇടയ്ക്ക് പെട്രോൾ പമ്പുണ്ട്. പിന്നെ വേറൊന്നും അങ്ങനെ വലിയ ഹെവി ആയിട്ടില്ല. ഒരുപാട് നല്ല സ്പേഷ്യസ് ആയിട്ട് റോഡ് കിടക്കുന്ന കാണാൻ തന്നെ ഒരു രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങി തിരിഞ്ഞ് ഇനിയും തിരിച്ച് വീട്ടിലോട്ട് പോയൊരു ചെറിയൊരു യാത്രാ വ്ളോഗാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. തിരിച്ച് വീട്ടിലോട്ട് പോകാം. ഹർത്താലിൻ്റെ നല്ല രസമുണ്ട് റോഡൊക്കെ ഇങ്ങനെ വിജനമായി കാണാൻ, റഷൊന്നും ഇല്ലാതെ നല്ല രസമാണ്. അയ്യോ, ഇതൊക്കെ ഇനി പാർട്ടിക്കാർ കേട്ടിട്ടാണ്. ഓ രസമുണ്ടല്ലേ. ഓക്കെ, ബൈ.